ഭക്ഷണം കൊടുക്കുന്ന ശീലം നമുക്ക് വേണം. അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു തൻ്റെ മക്കളെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ ആ പത്തിരിക്കാരൻ്റെ കഥ മറക്കരുത് എന്ന് പറയും. എന്താ ഉപ്പ ആ പത്തിരിക്കാരൻ്റെ കഥ? 70 കൊല്ലം ഇബാദത്ത് എടുത്ത് നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു മുൻഗാമികൾ. അയാൾ പിന്നീട് 7 ദിവസം ഒരു പെണ്ണിൻ്റെ ഷർറിൽപ്പെട്ട് തെറ്റ് ചെയ്തു പോയി. അയാൾ പിന്നെ സുമ്മ ഖറജ ഹാരിബൻ, അതിൽ നിന്ന് ഓടിപ്പോയി പാവങ്ങൾ താമസിക്കുന്ന ഒരു നാട്ടിലെത്തി. അവിടെ ആരോ ഒരു പത്തിരി കൊടുത്തു, റൊട്ടി കൊടുത്തു. അയാൾക്ക് അത് വേണം, വിശപ്പുണ്ട്. ആ വിശപ്പുണ്ടായിരിക്കെ തന്നെ തൊട്ടപ്പുറത്തുള്ള മിസ്കീന്മാർക്ക് അത് സ്വതക്കയും. അത് കഴിഞ്ഞ ഉടനെ അയാൾ മരിച്ചുപോയി. അയാളുടെ 70 കൊല്ലത്തെ ഇബാദത്ത് അതാ ഒരു തട്ടിൽ വെച്ചു, മറ്റേ തട്ടിൽ അയാളുടെ വൃത്തികേടുകളും വെച്ചു. ആ 70 കൊല്ലത്തെ ഇബാദത്ത് ചെറുതായി പോയി. ആ വലിയ തെറ്റിൻ്റെ മുന്നിൽ അയാൾ പരാജയപ്പെടുമെന്ന ഭീതിയിൽ നിൽക്കുമ്പോഴാണ് ഈ 7 ദിവസത്തെ ഹറാമ വെക്കുകയും ഇയാൾ ഭക്ഷണം കൊടുത്ത ആ പത്തിരി കൊടുത്തത് അടവെക്കുകയും ചെയ്തപ്പോൾ ഈ ഭക്ഷണം കൊടുത്ത വർക്കത്തുകൊണ്ട് അയാൾ സ്വർഗ്ഗത്തിലെത്തുന്നത്. ആ കഥ നിങ്ങൾ ആരും മറക്കല്ലേ എന്ന് മക്കളോട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യും. അത്രയും വലിയ ഇബാദത്ത ഭക്ഷണം കൊടുക്കൽ. നബിയെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക ഏതാ? ഈ ത്വാം ഭക്ഷണം കൊടുക്കലാണ്. വിശക്കുന്നവൻ്റെ വയറ്റിൽ നമ്മുടെ വക ഒരു ഉരുള വീണാൽ അതാണ് പല ഖൈറാത്തുകളെക്കാളും പല നന്മകളെക്കാളും കൂലിയെന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കണം.